നടക്ക്. ധൈര്യം കൈവിടരുത്. ജീവിതത്തിൽ ഇങ്ങനൊരു എക്സ്പീരിയൻസ് കൂടി അങ്ങനെ കരുതിയാൽ മതി. എനിക്കൊരു ധൈര്യമില്ല സാർ ചേച്ചി, പേടിയാവുക. ഈ ബൈബിള് വെച്ച് ഒരാശ്രയത്തിന് ഇതിൽ മനസ്സ് മുഴുകുമ്പോ ഒരു ധൈര്യം കിട്ടും. പോളിന്റെ മകനെ കൊന്നതുകൊണ്ട് ലാഭം ആർക്കാ? ആ വിളിക്കുന്ന ആലോചിച്ചേ. ലാഭമെന്ന് പറഞ്ഞാൽ കടുത്തുരുത്തി രസീത്ത് അത് കണ്ണുവച്ചവനായിരിക്കും. അപ്പൊ അത് നഷ്ടപ്പെട്ടവനോ? അത് പ്രതികാരം കൂടാ. ഇരുന്ന കസേരന്ന് പിടിച്ച് പുറത്തോട്ടിട്ടതിന്റെ അരിശം. അതായത് തനിക്ക് കിട്ടാത്തത് നീയും തിന്നണ്ടെന്ന്. അപ്പൊ ഉമ്മച്ചൻ തന്നെ. ബെന്നി പോളിന്റെ കൊലപാതകം തിരക്ക് വേറൊരുത്തം നടക്കുന്നുണ്ടല്ലോ. അവന്റെ ചേട്ടച്ചാര് സേവിച്ചൻ. അവനെ ഒന്ന് കണ്ടാലോ? അവൻ ഇരിക്കുന്നിടത്ത് പോയി അവനെ ഒന്ന് കാണാം. ഒടേ തമ്പുരാന്റെ ഓരോരോ മറിമായങ്ങളെ. എന്റെ പിള്ളേരെ മീൻ മാർക്കറ്റിലിട്ട് നീ തല്ലിയന് നിനക്കൊരു മറുപടി തരല്ലോ എന്ന് ആലോചിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാ നീ ഇവിടെ. പുലിമടയെ കയറി വെട്ടാൻ മാത്രം ചങ്കുറപ്പുണ്ടോടെ ഇവിടെ നിനക്ക്? ജോസെ ഗേറ്റ് അടയ്ക്കടാ. എന്റെ പൊന്ന് സേവിച്ച ഒരു നഖം വെട്ടി പോലും കൈ കരുതാതാ ഞാൻ വന്നിരിക്കുന്നത്. ഇവിടെ നിന്റെ പിള്ളേരുടെ കയ്യിലെല്ലാം ടൂൾസ് കാണുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഒരു കാര്യം പറയാനാ ഞാൻ വന്നത്. പറഞ്ഞു ഞാനങ്ങ് പോവും വന്ന പോലെ. ആ ഉറപ്പെനിക്കുണ്ട്. എടാ മോനെ, നിന്റെ അനിയൻ ചെറുക്കനെ ആര് തട്ടി അതറിയേണ്ടത് എന്റെ നിന്റെ ആവശ്യമാണ്. എനിക്ക് ആ പെങ്കൊച്ചിനെ രക്ഷിക്കണം. നിനക്കാണെ നിന്റെ കലി തീർക്കുകയും ചെയ്യും. ഒന്നിൽ ആ പണി നടത്തിയത്, അല്ലെങ്കിൽ ആര് പണിഞ്ഞു എന്ന് അറിയാവുന്ന ഒരുത്തൻ ഇപ്പോഴും കളത്തിന് വെളിയിലുണ്ട്. അതാരാ? ഉമ്മച്ചൻ. അവനോ? നീ പറയുന്ന നേരാന്നോ? അവന്റെ പണ്ടം തോണ്ടി ഞാൻ വെളിയിലിടും. അവനെ ഞാനൊന്ന് കാണാൻ തീരുമാനിച്ചു. അവന്റെ വായിന്ന് സത്യം പുറത്തു വരുമ്പോ നീ കൂടെ ഉണ്ടാവണമെന്ന് തോന്നി. എന്താ? ഞാൻ റെഡി. എന്നാ കേറ്. പാർട്ടി മുറിഞ്ഞ് 4 5 പീസായപ്പോഴൊന്നും നഷ്ടമില്ലാതിരുന്നത് അങ്ങനെയൊക്കെ മാത്രമാന്നേ MC പോളിന്. ഇനി ഒരു ലയനമുണ്ടായാൽ തന്നെ അങ്ങേരുടെ സർവാധിപത്യത്തിന് കീഴടങ്ങിക്കൊണ്ടായാൽ ഞാനും താനും ഒക്കെ മരണം വരെ മങ്കൊമ്പിൽ വീട്ടിന്റെ പരിത്തിരുന്ന് ചൊറി കുത്തേണ്ടി വരും. ഒരു ദാക്ഷിണ്യമില്ലാതെ എപ്പോ വേണേലും ചവിട്ടി താഴെ ഇടുകയും ചെയ്യും. എന്റെ അവസ്ഥ ഉണ്ടല്ലോ. ആ ചെക്കന്റെ മരണം ഒരു ഷോക്കായിട്ടുണ്ട്. പക്ഷെ കഴിവൻ എപ്പോ വേണേലും ആക്റ്റീവ് ആവും. താൻ എങ്ങനെ തെക്കുവടക്ക് നടക്കാതെ കൂടെയുള്ളവരെ പിടിച്ചു നിർത്ത്. തന്റെ സപ്പോർട്ടേഴ്സിന്റെ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ട്, കോട്ടയത്തോ പാലായിലോ. എന്നിട്ട് തന്റെ സ്ട്രെങ്ത് മൂപ്പിലാണെന്ന് ബോധ്യപ്പെടുത്ത്. പിളർന്നാലോ? ഇനി പിളരാൻ ശ്രമിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരട്ടി കൂടെ തന്നെ നിൽക്കാൻ നോക്ക്. ലയനമായാലോ? ലയനമാവാം. നമ്മുടെ ഡിമാൻഡ്സ് പുള്ളിക്കാരൻ അംഗീകരിക്കാൻ തയ്യാറാവുന്ന ദിവസം. അതിന് എന്റെ കയ്യിൽ ചില പ്ലാനൊക്കെ ഉണ്ട്, വഴിയെ പറയാം. ആളൊന്നൊക്കെ 150 രൂപയും ബിരിയാണി പൊതി. എന്നാ ആളെ കൂട്ടി ശക്തി കാണിക്കണ്ടേ? ഉമ്മച്ചന്റെ വണ്ടി ഇപ്പൊ വെളിയിലോട്ട് വരും. അയാൾക്ക് എന്നെ തമ്പാന്റെ വീട്ടിക്കാര്യം. എടാ, മലങ്കര കോൺഗ്രസിന്റെ രാഷ്ട്രീയ കാര്യങ്ങളിൽ നീ ഇപ്പോഴും ശിശുവാ. നിന്റെ അപ്പൻ എന്ന് പറയുന്ന മലയെ തുറന്നു വീഴ്ത്താനാ ഈ പെരിച്ചാഴിയിൽ ഇടകിടക്ക് കാണുന്നേ. കോമൺ ഫാക്ടർ, കോമൺ എനിമി. അത് MC പോള് മാത്രമാണ്. നീ ഉമ്മച്ചൻ ഇറങ്ങി.
എടാ വേ ആ കൈരളി ടി വിക്കാർ വന്നിരുന്നോ? ഇല്ല. അവരെന്റെ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വരുമെന്നാ പറഞ്ഞിരുന്നേ. ആ അവരാണോ? നീ ഷടയുന്ന ഒരു വിസ്കി ഇങ്ങട്. ടി വിക്കാരുടെ മുമ്പിൽ ഇരിക്കാനുള്ളതല്ലേ, ഇച്ചിരി ഉള്ളിലുണ്ടാവുന്ന നല്ലതാ. പോ ഇതെന്നെ ഇത് സേവിച്ചനോ? ഡേവിഡല്ലയോ അത്? എന്നതാ വിശേഷം? സേവിച്ച മോനെ, ഞാനല്ല. എനിക്കറിയാമല്ല. അതിപ്പോ പോലീസ് പിടിച്ച പെങ്കൊച്ചല്ലോ. എന്നല്ലേ പോലീസ് പറയുന്നേ? എനിക്കൊന്നും അറിയാമേല. എന്റെ കർത്താവേ, തല്ലി കൊല്ലുവാങ്ങോ. സ്ഥാനം പോയിട്ട് ദേഷ്യം തീർത്താലോ? ഇല്ലേ, MLA സ്ഥാനം തന്നതും പോൾ സാറ്, തിരിച്ചെടുത്തതും പോൾ സാറ്. ഇനി തല്ലല്ലേ കുഞ്ഞെ, ഞാൻ ചത്തുപോകും. അത് ഉമ്മച്ചൻ പറഞ്ഞ ന്യായോ? ഇനി എന്തല്ലേ ഉമ്മച്ചൻ മടിയാവും? വിട് സവിച്ച, വിട്. വാ വാ പറയട്ടെ. സത്യത്തിൽ ആരാ പോൾ സാറിന്റെ മോനെ കൊന്നെന്ന് കണ്ടുപിടിക്കേണ്ട ഉത്തരവാദിത്വം ഇപ്പൊ തന്റെയും കൂടെ. ഇവനല്ലേ ഈ സേവിച്ചൻ. ഇവനെയും കൊണ്ട് തന്നെ ഇനി ഇവിടെ വരത്തരുത്. പട്ടിയെ തൊടലേന്ന് നഴിച്ചു വിടുന്ന പോലെ ഈ വിവരം കിട്ട ചെറുക്കിനെ തന്റെ ദേഹത്തോട്ട് ഞാൻ ഇറക്കി വിടും. ചെയ്യരുത്. എന്തെങ്കിലും വിവരം കിട്ടിയാൽ താൻ എന്നെ അറിയിക്കണം. താനൊരു തുമ്പ് കൊണ്ട് തന്നാ മതി, ഞാൻ അതേ പിടിച്ച് കയറിക്കോളാം. കണ്ണട